സംസ്കൃത ഭാഷയോട് വിവേചനം കാട്ടി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹൈസെക്കൻഡറി ഡയറക്ടറേറ്റ് കരിയർ ദിനാചരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഉത്തരവിൽ നിന്നും സംസ്കൃതത്തെ പുറത്താക്കി. മിക്ക വിഷയങ്ങൾക്കും കരിയർ സാധ്യതകൾ ഉൾപ്പെടുത്തിയിരിക്കുമ്പോഴാണ് സംസ്കൃതത്തെ മാത്രം ഒഴിവാക്കിയത്. വിദ്യാഭ്യാസത്തിൽ എല്ലാവർക്കും ഒരേ നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ അധ്യാപക പരിഷത്ത് രംഗത്ത് വന്നു. ജനം ബ്രേക്കിംഗ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നതും നിരവധി അധ്യാപകർ സേവനമനുഷ്ഠിക്കുന്നതുമായ ഒരു വിഷയത്തെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അവഗണിക്കുന്നത്. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് കരിയർ ദിനാചരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഉത്തരവിൽ സംസ്കൃതം വിഷയത്തെ മാത്രം പുറത്താക്കി. മിക്ക വിഷയങ്ങൾക്കും കരിയർ സാധ്യതകൾ ഉൾപ്പെടുത്തിയിരിക്കുമ്പോഴാണ് സംസ്കൃതത്തെ മാത്രം ഒഴിവാക്കിയത്. ആദ്യമിറക്കിയ ഉത്തരവിൽ പിശക് പറഞ്ഞ് തിരുത്തൽ വരുത്തി. എന്നാൽ വൈകിട്ടിറങ്ങിയ സ്കീം ഓഫ് വർക്കിൽ സംസ്കൃതം ഉൾപ്പെടുത്തിയിട്ടില്ല. സംസ്കൃതത്തെ മനഃപൂർവ്വമായി ഒഴിവാക്കുന്നതിൽ അധ്യാപകർക്കിടയിൽ അമർഷവും ശക്തമാണ്. ഇത്തരം നടപടികൾ കാണുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനങ്ങളെ മതമൗലികവാദ ചിന്തകൾ സ്വാധീനിക്കുന്നുണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിൽ സ്വാഭാവികമായി ഉയരുന്നുവെന്നും അധ്യാപക സംഘടനകൾ തന്നെ പറയുന്നു. വിദ്യാഭ്യാസം എല്ലാ വിഷയങ്ങളെയും ഒരേ ബഹുമാനത്തോടെയും നീതിയോടെയും കാണേണ്ട മേഖലയാണ്. ഏതെങ്കിലും വിഷയത്തെ അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അധ്യാപകർ വ്യക്തമാക്കുന്നു. സംസ്കൃത വിഷയത്തിനും അർഹമായ കരിയർ സാധ്യതകൾ സർക്കുലറിൽ അടിയന്തരമായി ഉൾപ്പെടുത്തി വിവേചനം അവസാനിപ്പിക്കണമെന്ന് നാഷണൽ ടീച്ചേഴ്സ് യൂണിയനും വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാത്തപക്ഷം അനീതിക്കെതിരെ ശക്തമായ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് NDA തുടക്കമിടാൻ പോവുകയാണ്. ജനം, തിരുവനന്തപുരം.